ലോക പരിസ്ഥിതി ദിനം എന്ന്? ഉത്തരം ജൂൺ 5. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം വയനാട്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ അഥവാ സൗത്ത് കൊറിയ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബില്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150-ലധികം ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? ഉത്തരം കോമ്പാറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുന്നു. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം എടവക, വയനാട്. WWFന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം വെസ്റ്റ് ബംഗാൾ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം KM മുൻഷി. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂജീൻ P. ഓഡം. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? ഉത്തരം മഞ്ജു വാര്യർ. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം പ്രൊഫസർ R. മിശ്ര. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധ പട്കർ. കേരളത്തിന്റെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ഉത്തരം ആമസോൺ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത്? ഉത്തരം ഭീമൻ പാണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം കാവുകൾ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം തണ്ണീർ തടങ്ങൾ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്?
ഉത്തരം ആറളം വന്യജീവി സങ്കേതം. നീലപതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ സാലിം അലി. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത്? ഉത്തരം കരിമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറോട്ടുകോണം. തിരുവനന്തപുരത്താണ് പാറോട്ടുകോണം സ്ഥിതി ചെയ്യുന്നത്. മരം മുറിക്കുന്നതിന് എതിരെ 2 വർഷത്തിലേറെ റെഡ്വുഡ് മരത്തിൽ താമസിച്ച യുവതി ആര്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചെയ്തത് ആര്? ഉത്തരം മൃണാളിനി സാരാഭായ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1986. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് ശ്രീകുട്ടി. രണ്ടാമത് ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഹൃദ്യ. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം 1973. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജൈവമണ്ഡലം. ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്ന്? ഉത്തരം ഉത്പാദകർ അല്ലെങ്കിൽ ഹരിതസസ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏത്? ഉത്തരം ഭവാനി. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് പ്രസക്തമാകുന്നത് ഏത് ചെടികളുടെ പേരിലാണ്? ഉത്തരം കണ്ടൽ ചെടികൾ. പ്രൊഫസർ ജോൺ C ജേക്കബിന്റെ ആത്മകഥ ഏത്? ഉത്തരം ഹരിത ദർശനം. ആരോഗ്യകരമായ പരിസ്ഥിതി രാജ്യത്തിന്റെ എത്ര ശതമാനം വനഭൂമി വേണം? ഉത്തരം 33%. കേരളത്തിലെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ലോക വനദിനം എന്ന്? ഉത്തരം മാർച്ച് 21. ലോക ജലദിനം എന്ന്? ഉത്തരം മാർച്ച് 22. കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധ പട്കർ. ലോക ജൈവ വൈദ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 2. ലോക ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ലോക പർവ്വത ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 11. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. കേരള ഗവൺമെന്റ് നൽകിയ ആദ്യത്തെ വനമിത്ര പുരസ്കാരം നേടിയത് ആര്? ഉത്തരം പ്രൊഫസർ ജോൺ C ജേക്കബ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ദുചൂടന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം കെ നീലകണ്ഠൻ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം കാസിരംഗ നാഷണൽ പാർക്ക്, അസം. മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനേരം നടുന്നു. ആരുടെ വരികളാണ് ഇത്? ഉത്തരം ONV കുറുപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണുത്തി. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ? ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മഞ്ജു വാര്യർ. ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഉത്തരം വർഗീസ് കുര്യൻ. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടയുടെ വേരെവിടെ മക്കളെ. ആരുടെ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല. കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട്? ഉത്തരം 5. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തുരണി വന്യജീവി സങ്കേതം. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക്. ഒറ്റവൈക്കോൽ വിപ്ലവം എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം മേധ പട്കർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാന തീയതികളിലേക്ക് കടക്കാം. മാർച്ച് 20 ലോക കുരുവി ദിനം. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഏപ്രിൽ 22 ലോക ഭൂമി ദിനം. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനം. ഓഗസ്റ്റ് 12 ലോക ആന ദിനം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. മാർച്ച് 20 ലോക കുരുവി ദിനം. ജൂൺ 17 ലോക മരുഭൂകരണ പ്രതിരോധ ദിനം. ജൂൺ 22 ലോക മഴക്കാട് ദിനം. സെപ്റ്റംബർ 22 ലോക കാണ്ടാമൃഗ ദിനം. സെപ്റ്റംബർ 28 ലോക നദി ദിനം. ഒക്ടോബർ 2-8 ഒക്ടോബർ 6 ലോക വന്യജീവി സങ്കേത ദിനം. ഒക്ടോബർ 13 അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത ലഘൂകരണ ദിനം. നവംബർ 12 ദേശീയ പക്ഷി ദിനം. നവംബർ 26 ദേശീയ പരിസ്ഥിതി സംരക്ഷണ ദിനം. ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനം. മെയ് 20 ലോക തേനീച്ച ദിനം. ജനുവരി 5 ദേശീയ പക്ഷി ദിനം. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽക്കാട് ദിനം. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഓഗസ്റ്റ് 10 ലോക സിംഹ ദിനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം നാഗാർജുന സാഗർ കടുവാ സങ്കേതം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം ക്ലൈമറ്റ് ആക്ഷൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം അസർബൈജാൻ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്?
ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം. നാഗാർജുന സാഗർ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏത്? ഉത്തരം കൊൽക്കത്ത. അൽപ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? ഉത്തരം കേശവപൂർ മിയാനി കമ്മ്യൂണിറ്റി റിസർവ്. പരിസ്ഥിതി കമാൻഡോ എന്നറിയപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ്. കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏത്? ഉത്തരം കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സംരംഭം ഏതാണ്? ഉത്തരം വനശ്രീ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. ലോക ഭൗമദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 22. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ആന. പ്രോജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1992. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഉത്തരം ഫെബ്രുവരി 2. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം ജൽ വാട്ടർ മ്യൂസിയം, ചൗക്കാരിയ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ദുംഗ്വ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത്? ഉത്തരം ദുംഗ്വ ദേശീയ ഉദ്യാനം. പ്രോജക്ട് ടൈഗർ തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1973. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ടാൻസ്ലി. 2020 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം കൊളംബിയ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാലാവസ്ഥാ മാറ്റം. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം വാൾട്ടർ ജി റോസൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം കാവുകൾ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ഉത്തരം പരിസ്ഥിതി പുനഃസ്ഥാപനം. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ സാലിം അലി. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത്? ഉത്തരം കരിമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറോട്ടുകോണം, തിരുവനന്തപുരം. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം വരയാട്. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, USA-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ സാലിം അലി. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഇന്ദുചൂടൻ.
പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം റൈസോബിയം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ മറക്കാതെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.